ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവർ. സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമം തുറന്നു കഴിഞ്ഞാലേ ഇപ്പം മൂന്ന് വ്യക്തികളുടെ പേരല്ലാതെ വേറൊന്നിനെയും കുറിച്ചിട്ട് ചർച്ചയില്ലെന്നുള്ളതാണ്. അതായത് നമ്മുടെ പാലക്കാടിൻ്റെ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്ത്. മറ്റൊന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദിച്ച സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലടക്കം ദൃശ്യമാധ്യമങ്ങളിലടക്കം വന്നിരുന്നുകൊണ്ട് ആർജവത്തോടു കൂടി സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ഇതാണ് രണ്ടാമത്തെ പേര്. മറ്റൊന്ന്, ഈ വർഗീയ രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് മതേതര പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറുകയും ഈ സംഘി ഓളികൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന മുൻ സംഘിയായിരുന്ന ഇപ്പം മതേതര പാർട്ടിയിൽ അംഗമായിട്ടുള്ള നമ്മുടെ സന്ദീപ് വാര്യർ. ഇവർ മൂന്നുപേരാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചിട്ടുള്ള രാഹുൽ ഈശ്വർ അകത്താണ്. അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെയും ഇപ്പം ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയം വരെ രാഹുൽ ഈശ്വർ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പാടില്ല എന്നാണ് പുള്ളിക്ക് ഇവിടുന്നുള്ള സമ്മർദ്ദം എന്ന് വിളിച്ചു പറയുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഒരാൾക്ക് അയാളുടെ അഭിപ്രായം പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിജീവിത എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി, അതായത് രാഹുൽ മാങ്കൂട്ടത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയോടൊപ്പം തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ ഈ കാര്യത്തിൽ ഇവർ രണ്ടുപേരും തെറ്റുകാരാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അവരുടെ വോയിസ് ക്ലിപ്പിൽ നിന്നാണെങ്കിലും അവർ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളിലാണെങ്കിലും ഇവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവർ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കുട്ടി വേണമെന്ന് പറയുകയും അല്ലെങ്കിൽ ഇപ്പം ഇത് അലസിപ്പിക്കാൻ പറയുന്നതൊക്കെ ആണെങ്കിലും ഇവർ രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം തന്നെയാണ് ഈ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്നാണ് പറയുന്നത്. ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാനൊന്ന് പെടുത്തുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഈശ്വറാണ് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് പിടിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് രാഹുൽ ഈശ്വർ ഈ പെണ്ണിൻ്റെ ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ പേരൊന്നും റിവീൽ ചെയ്യുന്നതൊന്നും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ പറയുന്നത് എന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് ജാമ്യം പരിഗണിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരെങ്കിലുമൊക്കെ വേണ്ടേ? കാരണം എത്രയോ പുരുഷന്മാരല്ലേ സ്വന്തം മകള് തന്നെ കാമുകന് വേണ്ടി സ്വന്തം തന്തയെ തള്ളി പറഞ്ഞിട്ടുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് അവസാനം നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ആ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ, സമൂഹത്തിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ആ ഒരു നാണക്കേട്, കുടുംബത്തിൽ ഭാര്യയിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇത്, അങ്ങനെ എത്രയോ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ട്. അപ്പം ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതും ആണുങ്ങൾക്കും തുല്യനീതി ലഭിക്കണം, സ്ത്രീകൾക്കും തുല്യനീതി ലഭിക്കണം. ഒരിക്കലും സ്ത്രീകളെ അധിക്ഷേപിക്കാനോ സ്ത്രീകളെ അപമാനിക്കാനോ ഒന്നും ഇവിടുത്തെ പുരുഷന്മാർ തയ്യാറല്ല. ഈ പുരുഷന്മാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഈ മെൻസ് അസോസിയേഷൻ്റെ ഒരു വക്താവ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിപ്പില്ലെങ്കിലും ചില കാര്യങ്ങൾക്ക് നമുക്ക് അതിനകത്ത് യോജിപ്പുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റ് അറിയാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അസോസിയേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വക്താവ് കൂടിയാണല്ലോ രാഹുൽ ഈശ്വർ. പൂജപ്പുര ജയിലിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ മെൻസ് കമ്മീഷന് വേണ്ടി നിരാഹാരം ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ അകത്തേക്ക് പോകുന്നത്. സത്യമായി പറയുന്നവനായി അതായത് നിങ്ങൾ പറയുന്ന പല വാദങ്ങളും നിയമത്തിന്റെ മുന്നിൽ നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ നിമിഷത്തിൽ താങ്കൾക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും നിയമം മാറണം എന്നുള്ളതാണ്. ഇപ്പൊ രാഹുൽ ഈശ്വർ എന്താണ് ഇവിടെ തെറ്റ് കാണിച്ചതെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുക. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ വിട്ടിട്ടില്ല, പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വിട്ടിട്ടില്ല, മറ്റു ഡീറ്റെയിൽസ് ഒന്നും വിട്ടിട്ടില്ല. അത് ശരിയാ അല്ലേ? പക്ഷേ ഈ പറയുന്ന യുവതി ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ആ സ്ത്രീയെയാണ് നമ്മൾ ഇര അതിജീവിത എന്നൊക്കെ പറയുന്നത്. ഒറ്റയാക്കി പറഞ്ഞാൽ എനിക്ക് മുഴുമിപ്പിക്കുന്നതിന് മുന്നേ ഇടപെടേണ്ടി വരും. ഒന്ന്, ഇപ്പം കറുത്തിട്ടാണ് അതിന്റെ പേര് കാക്കയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല കാക്ക എന്ന പേര് പറയില്ല എന്ന് മറ്റിലാണ് രാഹുൽ ഈശ്വറിന്റെ കാര്യം. രാഹുൽ ഈശ്വർ ഇട്ട വീഡിയോകൾ വഴി ആ കുട്ടി ആരാണെന്ന് വ്യക്തമാകുകയും വായിക്കുന്നവർക്കെല്ലാം വ്യക്തമാകുകയും ആ ഫോട്ടോ ഏത് തരത്തിലാണ് പരന്ന് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ. കേട്ടല്ലോ, അതെ എനിക്കും പറയാനുള്ളൂ. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. കാര്യം ആ കുട്ടിയെ നേരിട്ട് അറിയാമെന്നുള്ളവർക്ക് അറിയാമായിരിക്കും. പക്ഷേ എനിക്കിതേവരെ മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഫോട്ടോ ഇട്ടിട്ടില്ല, അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ്. ഒരുപക്ഷെ എനിക്കാണ് ഇവ കാര്യങ്ങൾ അറിയാവുന്നതെങ്കിൽ ഞാൻ
തീർച്ചയായിട്ടും അത് പൊതുമധ്യത്തിൽ അത് കൊടുത്തേനെ. കാരണം ഇതൊക്കെ എന്ത് കല്യാണം കഴിഞ്ഞ ഒരു അല്ല ഭർത്താവിനെ അതായത് അതിജീവിതയുടെ ഐഡന്റിറ്റി താങ്കൾ പുറത്ത് വിട്ടേനെ എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും എന്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ വിട്ടേനെ, ഇതിന് മുന്നേ വിട്ടേനെ. ഭയങ്കരമായ ആള്. ഒറ്റ മിനിറ്റ്, അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്ത് വിടുന്നത് നിയമവിരുദ്ധമാണെന്ന് താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ആ നിയമം വേണമെങ്കിൽ മാറ്റിക്കോട്ടെ, താങ്കളാണെങ്കിൽ ഐഡന്റിറ്റി പുറത്ത് വിട്ടേനെ എന്നാണോ? തീർച്ചയായിട്ടും ഭയങ്കരം തന്നെ വിജയ, ഭയങ്കരം തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ പുരുഷന്മാരെ ചതിക്കുവാനും വഞ്ചിക്കുവാനും ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും അതിന് കൂട്ടുനിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് തന്നെയാണ് കാരണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവായിട്ടൊരു വ്യക്തി, അയാൾ ആരെന്ന് പോലും അറിയില്ല, അയാൾ ഇത്രയും എന്തുമാത്രം സഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടോ. കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് വേറൊരു യുവാവിൽ നിന്ന് ഗർഭം ധരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. ഒരു വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി ഒരു MLA-യുടെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കുന്ന ഒരു ഭർത്താവിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വേദന യഥാർത്ഥത്തിൽ ഈ യുവതിയുടെ ഭർത്താവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആ ഭർത്താവ് നിലനിൽക്കെ കാമുകനുമായിട്ട് വേറൊരാളുമായിട്ട് പ്രണയം നടിക്കുക, അതിൽ ഗർഭം ധരിക്കുക, അയാളെ വഞ്ചിക്കുന്ന അതിജീവിതയെ അപമാനിച്ചതിന് രാഹുൽ ഈശ്വർ പൂജപ്പുര ജയിലിനകത്താണ്. താങ്കൾ രാഹുൽ ഈശ്വറിനെ മറികടക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണോ നടത്തുന്നത്? അതെന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. താങ്കൾക്ക് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ അറിയില്ല, ഈ പെൺകുട്ടിയുടെ സ്വഭാവം അറിയില്ല, ഇതൊന്നും അറിയാതെ അപ്പൊ എനിക്ക് പോലും അതിൽ നിരാശയുണ്ട്. കാരണം പലപ്പോഴും മാധ്യമങ്ങൾക്കെതിരെ വരുന്ന വലിയ വിമർശനം നമ്മൾ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിലൊരു കുറ്റബോധമാണ് തോന്നുന്നത് ഈ സമയത്ത്. ഇങ്ങനെയല്ല. മെൻസ് അസോസിയേഷൻ ഒരു വാക്ക് പറയുമ്പോൾ അതിനെന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം വൃത്തികേട് വിളിച്ചു പറയാനുള്ളതല്ല മെൻസ് അസോസിയേഷന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സമരം എന്നൊക്കെയാണ് ഞാൻ പറയാൻ, അതായിരിക്കും താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു പശ്ചാത്തലവും ഇല്ല. രാഹുൽ ഈശ്വരേക്കാൾ അപ്പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ താങ്കൾ? രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തില്ലല്ലോ, അതല്ലേ. രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തുവെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയാം. പക്ഷെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്ത ഒരാളിനെ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത്? അതുപോലെ തന്നെ എത്രയോ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ കാണുകയല്ലേ, അവരുടെ കരച്ചിൽ കേൾക്കുകയല്ലേ. എന്തുകൊണ്ട് ഈ പുരുഷന്മാരുടെ വേദന മനസ്സിലാക്കുന്നില്ല? അതാണ് എനിക്കറിയണ്ടേ. പുരുഷന്മാർ തന്നെ വലിയൊരു ഭാവം പുരുഷന്മാരുടെ വേദന മനസ്സിലാക്കുന്നില്ല. കാരണം അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത്തരം നിയമങ്ങളൊക്കെ കയ്യിലെടുത്ത് സ്ത്രീകൾക്കെതിരെ തോന്നിവാസം കാണിക്കാൻ നടക്കുന്നവർ മാത്രമാണോ നിങ്ങൾ ഈ വാദിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷ വിഭാഗം എന്നുള്ളത്? അതല്ലാത്തൊരു മറുവിഭാഗം ഇല്ലേ? അവരുടെ വിഷയങ്ങളല്ലേ ഡീൽ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വിഭാഗക്കാരും നമ്മുടെ അടുത്ത് വരുന്ന കേസിൽ ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിവിധികൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ബോച്ചയുടെ കാര്യം പറഞ്ഞു. ബോച്ചെ ജയിലിൽ പോയി 2 ദിവസത്തിനകം ഇറക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം 2-3 ദിവസം, 4ാമത്തെ ദിവസം അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം ഒരുപാട് പിന്തുണയോട് കൂടിയിട്ടാണ് ഇറങ്ങിയത്. അദ്ദേഹത്തിന് ഒരു നഷ്ടവും വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ യുവതി ചെയ്യാത്ത എന്ത് തെറ്റാണ് മാങ്കൂട്ടം ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും ഈ ഒരു ഡിബേറ്റ് കണ്ട നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഈ ചില പ്രത്യേകതരം മനോരോഗമുള്ള മാധ്യമങ്ങളുണ്ടല്ലോ, ഇതുപോലെ ആളുകളെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി അവർ ചില കൊണസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയുമ്പോഴത്തേക്ക് അവരെ അധിക്ഷേപിച്ചു, ഇവരെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ ഇതിങ്ങനെ വാർത്ത കൊടുക്കും. സത്യത്തിൽ ഈ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരെ മനസ്സിലാകുന്ന രീതിയിൽ വാർത്തകൾ സൃഷ്ടിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ മാപ്രാക്കൾ തന്നെയാണ്. ഈ ഒരു വാർത്ത കണ്ടിട്ട് എനിക്കിപ്പോഴും ഇവരാരാണെന്നോ അല്ലെങ്കിൽ ഇവർ എവിടെ ഉള്ളതാണെന്ന് പോലും നമുക്കറിയില്ല. ഈ മാധ്യമങ്ങൾ തന്നെയാണ് ഈ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടിരിക്കുന്നത്. അതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ പോലും അവരെ നേരിട്ട് അറിയാവുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അവർ ഇന്ന ആളാണെന്നുള്ള രീതിയിൽ ചിലപ്പം ദുരുദ്ദേശത്തോടെ അല്ലെങ്കിൽ പോലും ഒരു നല്ല ഉദ്ദേശത്തോടാണെങ്കിൽ പോലും ഒരു പക്ഷേ ചിലപ്പോൾ ആ പോസ്റ്റോ അല്ലെങ്കിൽ ആ ഫോട്ടോയോ പുറത്തു വിട്ടു കഴിഞ്ഞാൽ ആ വിടുന്നവർ കുറ്റക്കാരാവും. അപ്പം രണ്ടുപേരും പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഒരാൾ മാത്രം അവിടെ തെറ്റുകാരാകുകയും മറ്റൊരാൾ എന്താ പറയുക നല്ലതാകുകയും ചെയ്യുന്നത്? രണ്ടുപേർക്കും തുല്യ നീതി തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടണം. പല കേസുകെട്ടിലും നമുക്കറിയാവുന്ന കാര്യമാണ് പുരുഷന്മാർ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നത്, അല്ലേ? അപ്പോൾ പുരുഷന്മാർക്കും വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ ഈ നാട്ടിൽ വേണ്ടേ? അതിനൊരു മെൻസ് കമ്മീഷൻ വരുന്നത് നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അപരാധികൾ ഒരുപാട് രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ച നമ്മൾ ഇന്നും നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തോടെ ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഈ അവതാരിക ചോദിച്ചതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഈ മെൻസ് കമ്മീഷന്റെ ആൾ കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും